ഹലോ സ്റ്റുഡൻസ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്പോർഷൻസ് അതാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. സെഡ് ടെസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്രൊപ്പോർഷൻസ് ആണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം, ഫോർമുലാസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് പ്രൊപ്പോർഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സെഡിലാണ് ചെയ്യുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ 1 മൈനസ് പ്രൊപ്പോർഷൻ 2 ബൈ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ എഴുതാം. Z is equal to P1 minus P2 by SC. നേരത്തെ ഉണ്ടായത് നമ്മൾ സാമ്പിൾ മീൻ തമ്മിലുള്ള ഡിഫറൻസ് പോലെ തന്നെയാണ് സാമ്പിൾ പ്രൊപ്പോർഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല എന്താണ്? അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ആ സ്മോൾ സാമ്പിളിൽ പഠിച്ചൊരു ഫോർമുലയായിട്ട് താരതമ്യം തോന്നാം. P1 P2 എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. P1 കാണാനുള്ള ഫോർമുല x1 ബൈ n1 അതുപോലെ P2 കാണാനുള്ള ഫോർമുല x2 ബൈ n2. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി ഈ P കാണാനുള്ള ഫോർമുല സ്മോൾ p ആണ് കേട്ടോ, ഇത് ക്യാപിറ്റൽ P ആണ് എടുക്കുന്നത്. ഇത് P1 ഈ P കാണാനുള്ള ഫോർമുല കുറച്ചുകൂടെ വലുതാക്കിയതാ. P സ്മോൾ Pന്റെ ഫോർമുല x1 പ്ലസ് x2 ബൈ n1 പ്ലസ് n2. ക്യൂവിൻ്റെ ഫോർമുല നമ്മൾ ബൈനോമിയലിൽ പഠിച്ചില്ലേ, അതേ ഫോർമുലയാണ്. Q is equal to 1 minus P. ഓക്കെ, അപ്പം ടെസ്റ്റ് ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്പോർഷൻസ്, അതായത് രണ്ട് പ്രൊപ്പോർഷൻസ് തരുമ്പോഴുള്ള ഫോർമുല എന്താണെന്ന് Z is equal to P1 minus P2 by SC. SC is equal to root of PQ into 1 by N1 plus 1 by N2, where P and Q are P is equal to x1 plus x2 by N1 plus N2 and Q is equal to 1 minus P. And this P1 is equal to x1 by N1, this P2 is equal to x2 by N2. അപ്പോൾ ഇതാണ് നമുക്കുള്ള പ്രൊപ്പോർഷൻ ഫോർമുല. പിന്നെ നമുക്ക് Z ടേബിൾ വാല്യൂ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ്, അതായത് ഇൻഫിനിറ്റിയിലാണ് നോക്കുന്നത്, ഡിഗ്രി ഫ്രീഡം ഇൻഫിനിറ്റിയിലാണ് നോക്കുന്നത്. ടി ടേബിളിൻ്റെ ആ ലാസ്റ്റിൽ അല്ലേ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. 1% ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2.576 അതേപോലെ തന്നെ 5% ആണെങ്കിൽ 1.96. ഓക്കെ, അത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സാമ്പിൾ റാൻഡം സാമ്പിൾ ഓഫ് 300 men taken from a big city, 200 are found to be smokers. അപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മൊത്തം 300 മെന്നാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 200 നോക്കിയപ്പോൾ സ്മോക്കേഴ്സ് ആണ്. ഓക്കെ, 300 ഔട്ട് ഓഫ് 300 men 200 ആർ സ്മോക്കേഴ്സ്. ഇനി മറ്റൊരു സിറ്റി, ഇൻ അനദർ സാമ്പിൾ റാൻഡം സാമ്പിൾ ഓഫ് 450 men taken from another big city, 225 ആർ സ്മോക്കേഴ്സ്. അപ്പം രണ്ടാമത് വേറൊരു സിറ്റി എടുത്തു. ആ സിറ്റിയിൽ എന്താ സ്ഥിതി? 450 men ഉണ്ടായിരുന്നു ടോട്ടലി, അതിൽ 225 men ആർ സ്മോക്കേഴ്സ്. Is there any significant difference on the habit of smoking in two cities? ഈ രണ്ട് സിറ്റീസ് തമ്മിൽ ഉള്ള ആ ഡിഫറൻസിൽ അവിടെ സ്മോക്കേഴ്സിൻ്റെ തമ്മിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, അവരുടെ ആ ഹാബിറ്റ്, സ്മോക്കിംഗ് ഹാബിറ്റ് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാം? ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും അതുപോലെ നൾ ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റിംഗ് അപ്പ് ഓഫ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്തായിരിക്കും സെറ്റ് ചെയ്യുക? നമ്മളെല്ലാം നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഇൻ ടു സിറ്റീസ്. ഇനി H1 എന്ത് സെറ്റ് ചെയ്യും? ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഇൻ ടു സിറ്റീസ്. അപ്പോൾ നമ്മൾ H1 H0 സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെയാണ്? ആൽഫ ഇസ് ഈക്വൽ ടു ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ആൽഫ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0.05 എടുക്കും. അതല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1% ആണ് പറഞ്ഞതെങ്കിൽ 0.01 എടുക്കും. അപ്പം ഇതിൽ നമുക്ക് 0.05 എടുക്കാം. 0.05 ആകുമ്പം നമ്മൾ Z ടേബിൾ വാല്യൂ എന്തായിരിക്കും? 1.96 അല്ലേ. ഇനി Z ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ബൈ SC, അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ. മൂന്നാമത്തെ സ്റ്റെപ്പ് Z ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ബൈ SC, അതുപോലെ SCൻ്റെ ഫോർമുല ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നതൊക്കെ എഴുതി വെക്കുക. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് 300 men ആണ് അല്ലേ, N1. അതിൽ എത്ര പേർക്കാണ് സ്മോക്കിംഗ് ചെയ്യുന്നത്? x1 is equal to 200 are smokers. രണ്ടാമത്തേത്
x2 എത്രയാണ് 225. ടോട്ടൽ അവിടെ ഉള്ള മെൻ എത്രയാണ് 450 അല്ലേ? ഓക്കെ, 450ന്റെ പകുതിയോളം 225 അല്ലേ? പകുതിയോളം ആൾക്കാർ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ 300ൽ 200 പേര് സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പകുതിയേക്കാൾ കൂടുതൽ ഇവിടെ സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലേ ഫസ്റ്റ് സിറ്റിയിൽ. പിന്നെ തന്നിരിക്കുന്നത് ആൽഫ തന്നിട്ടില്ല, പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെങ്കിൽ 0.01 എടുക്കാം, അല്ലെങ്കിൽ 0.05 എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പം തരാത്തത് കൊണ്ട് 0.05 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ H0 സെറ്റ് ചെയ്യാൻ പോവാണ്. There is no significant difference between habit of smoking in two cities. രണ്ടാമത് H1 സെറ്റ് ചെയ്യാം. There is significant difference. ഷോർട്ടായി ഞാൻ എഴുതാണ് significant difference between, ഫുൾ എഴുതണം കേട്ടോ, എക്സാമിന് എഴുതുമ്പോൾ ഫുൾ എഴുതണം. difference between habit of smoking ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് ഇല്ലേ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആൽഫ സെറ്റ് ചെയ്യുക. ആൽഫ ഇവിടെ പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് നമ്മൾ 0.05 എടുക്കുന്നു. അപ്പോൾ സെഡ് ടേബിൾ വാല്യൂ എത്രയാണ്? സെഡ് ആൽഫ, സെഡ് ടേബിൾ വാല്യൂ ഇസ് ഈക്വൽ ടു 1.96. അത് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? ആ ടി ടേബിളിലുള്ള ലാസ്റ്റ് ലൈൻ ഇൻഫിനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത് സെഡ് ടേബിൾ വാല്യൂ ആണ്, അത് ആൽഫ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഏതാണ് നമുക്ക് എടുക്കേണ്ടത്, ഏത് ഫോമിലാണ് എടുക്കേണ്ടതെന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മൾ സൈസ് നോക്കിയിട്ട് അല്ലേ? അതായത് സെഡ് ടെസ്റ്റ് ആണ് എന്നുള്ളത് നോക്കണം. സോ സെഡ് ടെസ്റ്റ് ആവാൻ കാരണം എന്താ? പ്രൊപ്പോർഷണാലിറ്റി ആണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അതായത് 300ൽ 200 പേര് സ്മോക്കേഴ്സ്, 480ൽ 225 പേര് സ്മോക്കേഴ്സ്. അവിടെ പ്രൊപ്പോർഷൻ വന്നു അല്ലേ? അപ്പം ഇവിടെ പ്രൊപ്പോർഷൻ ഫോർമുല എടുക്കണം. അതിൻ്റെ ഫോർമുല സെഡിലാണ് ഉള്ളത്, P1 - P2/SC. SC കാണാനുള്ള ഫോർമുല എന്താണ്? √PQ ഇൻറ്റു 1/N1 + 1/N2. P1 എന്തായിരിക്കും? P1 = X1/N1. ഇതാണ് നമ്മുടെ ഫോർമുല. X1 എത്രയാണ്? 200. 200/300 എത്രയാണ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ എടുത്താൽ 2/3 കിട്ടും. 2/3 എന്ന് പറഞ്ഞാൽ 0.666 ഇങ്ങനെ പോകും. അപ്പോൾ 0.67 എഴുതിയാൽ മതി കേട്ടോ. അത് P2 കാണാൻ X2/N2, അതായത് 225/450. അത്ര വരും. ശരിക്കും 450ന്റെ പകുതിയാണ് 225 അല്ലേ? അപ്പോൾ 1/2 = 0.5. അപ്പോൾ അതും കിട്ടി. അപ്പോൾ P1 ആയി, P2 ആയി. അപ്പോൾ നമുക്ക് ഈ സെഡിലെ ഇത്രയും ഭാഗമായി. ഏതാണ്? P1 എന്ന് പറയുന്നത് 0.67 - 0.5/SC. SC കാണണം. അപ്പോൾ SC കാണാൻ നമുക്ക് Pയും Qയും അറിയണം. P എന്താണ് ഫോർമുല? P = X1 + X2/N1 + N2. ഓക്കെ, അപ്പോൾ X1 എന്താണ് ഇവിടെ? 200, X2 225/N1 + N2 എന്ന് പറഞ്ഞാൽ 300 + 450. ദാറ്റ് ഈസ് താഴെ 750 വരും, മുകളിൽ 425 വരും. 425/750 ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടുന്നത് 0.57. ഓക്കെ, അപ്പോൾ Pന്റെ വാല്യൂ കിട്ടി, 0.57 കിട്ടി. ഇനി Qന്റെ വാല്യൂ നോക്കണം. Qന്റെ വാല്യൂ എത്രയാണ്? 1 - P ആണ്. ദാറ്റ് ഈസ് 1 - 0.57. നേരത്തെ നമ്മൾ P കണ്ടുപിടിച്ചിരിക്കുന്നത് അതിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. 1 - 0.57 എത്രയാണ്? 0.43 അല്ലേ? അപ്പോൾ 0.43 Qവും കിട്ടി. Pയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? SC കാണണം അല്ലേ? അപ്പോൾ SC കാണാൻ അത് ഇവിടെ തന്നെ ചെയ്യാം അല്ലേ? SC = നമുക്ക് എന്ത് കിട്ടും? ഫോർമുല √PQ. എന്താണ്? P 0.57 ആണ്, Q 0.43 ആണ്. 1/N1. N1 എത്രയാണ്? 300 ആണ്, + 1/450 ആണ്.
അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.57 ഇൻറ്റു 0.43 ഇൻറ്റു 1 ഇതെത്ര വരും? 0.57 ഇൻറ്റു 0.43 ഇൻറ്റു 1/300 പ്ലസ് 1/400 450 ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കി ചെയ്യുന്നു കേട്ടോ. അതായത് 1 ഇൻറ്റു 450 പ്ലസ് 1 ഇൻറ്റു 300/300 ഇൻറ്റു 450. ദാറ്റ് ഈസ് 1 ഇൻറ്റു 450 എന്ന് പറഞ്ഞാൽ 450 പ്ലസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1/300 കാൽക്കുലേറ്ററിൽ എടുത്ത് ചെയ്താൽ മതി. അതുപോലെ 1/450 എന്നിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതിങ്ങനെ ചെയ്യുന്നുള്ളൂ. 1 ഇൻറ്റു 450 ഈസ് 450 പ്ലസ് 1 ഇൻറ്റു 300 ഈസ് 300/300 ഇൻറ്റു 450. 300 ഇൻറ്റു 450 എത്ര വരും? 135,000. ഇതാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. 0.57 ഇൻറ്റു 0.43 ഇൻറ്റു ഇതെത്ര വരും? 750/135,000. അത് കിട്ടി. കാൽക്കുലേറ്ററിൽ എടുത്തു ചെയ്തു. 0.037 കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക, ഇതെല്ലാം ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.037. അങ്ങനെയാണെങ്കിൽ SC കിട്ടി. SCൻ്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 0.037. അപ്പോൾ 0.67 മൈനസ് 0.5 എത്രയാണ്? 0.17 ബൈ 0.037. കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക. 4.59. ഓക്കെ, അപ്പോൾ 4.59 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് കാണേണ്ടത്? 5ാമത്തെ സ്റ്റെപ്പ് അല്ലേ? ഇത് 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് 5th സ്റ്റെപ്പ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് എന്താണ് ഫോർമുല? Z വാല്യൂ ഇസ് ലെസ് ദാൻ Z ടേബിൾ വാല്യൂ ദെൻ ആക്സെപ്റ്റ് H0. Z value greater than Z table value, then reject H0. നോക്കാം. Z വാല്യൂ എത്രയാണ്? 4.59. അത് ഉറപ്പായിട്ടും Z ടേബിൾ വാല്യൂ ആയിട്ട് അത് എന്ത് കണ്ടുപിടിച്ചത്? 1.96. 1.96നേക്കാട്ടും വലുതാണ് അല്ലേ? ഇനിയിപ്പോൾ 0.01 എടുക്കുകയാണ് ആൽഫ എങ്കിൽ കൂടെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2.576 ആണ്. അപ്പോഴും എന്താണ് 99% നോക്കുകയാണെങ്കിലും കൂടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ അല്ലേ? റിജക്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ 4.59 എന്തായാലും വലുത് തന്നെയാണ്. അപ്പോൾ തന്നെ റിജക്റ്റ് H0 കിട്ടും. റിജക്റ്റ് H0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പറയുക? H0 റിജക്റ്റ് ചെയ്താൽ പിന്നെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതാരാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ആക്സെപ്റ്റ് H1. H1 എന്താണ് പറയുന്നത്? There is significant difference between the habit of smoking in 2 cities. ഇപ്പോൾ 2 സിറ്റീസിലുള്ള സ്മോക്കിംഗ് ഹാബിറ്റ്സ് നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ there is significant difference between the habit of smoking in 2 cities. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രൊപ്പോർഷണൽ ടൈപ്പ് സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടൈപ്പ്, അതായത് 200 ഔട്ട് ഓഫ് 300 200 ഇസ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി വന്നു. പ്രൊപ്പോർഷണാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോമിൽ എടുക്കണം? Z is equal to P1 minus P2 by SC, where SC is equal to root PQ into 1/N1 plus 1/N2. അതിലെ P1 കാണാനുള്ള ഫോമുല x1/N1ഉം P2 കാണാനുള്ള ഫോമുല x2/N2ഉം അതുപോലെ P കാണാനുള്ള ഫോമുല സ്മോൾ p ആണ് കാണാൻ ഫോമുല x1 plus x2/N1 plus N2. അതുപോലെ Q is equal to 1 minus P. എന്നിട്ട് നമ്മൾ SC കാണാം, എന്നിട്ട് Z കാണാം. പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഡിസിഷൻ വേണമെങ്കിൽ നമുക്ക് വരച്ചിട്ടും കണ്ടെത്താം കേട്ടോ. വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? Z നടുവിൽ 0 ആണ് അല്ലേ വരിക? Z is equal to 0. ഇനി Z is equal to 1.96 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ. Z is equal to നമ്മൾക്ക് കിട്ടിയ വാല്യൂ 4.59 ആണ്. അത് Z is equal to 4.59 ഇവിടെ വരും അല്ലേ? Z equal to 1.96ലാണ് വരിക, അതല്ലാതെ ആക്സെപ്റ്റൻസ് റീജിയനിലല്ല. ഓക്കെ, അപ്പം ഈ ഒരു റീജിയനിലാണെങ്കിൽ കൂടെ -1.96 പ്ലസ് 1.96 ഉള്ളിലുള്ളതാണ് ആക്സെപ്റ്റൻസ് റീജിയൻ. ഈ ഷെയ്ഡഡ് പോർഷൻ ഇവിടെ 2 ഭാഗത്തും ഈ ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടുള്ള ഭാഗം റിജക്ഷൻ റീജിയൻ. അപ്പം മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോബ്ലം തീർന്നു. ശരി.